എത്രയോ വിലയുള്ളതായി മാറി. പ്രിയരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ദൈവം നിങ്ങൾക്ക് നൽകുന്നതാണ്. ദൈവം നമുക്ക് നൽകുന്നത് ഇന്ന് സ്വപ്നമായിട്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം മനസ്സിലാകുന്ന വിധത്തിൽ എൻ്റെ കൈകളിലെത്തുവാണ്. അപ്പോൾ അതിനെ വിലയോടെ അതിനെ കാണുന്നവരുണ്ട്, അത് പ്രാർത്ഥിച്ചൊരുങ്ങി കേൾക്കുന്നവരുണ്ട്, ദിവസവും പല പ്രാവശ്യം കേൾക്കുന്നവരുണ്ട്. ഓണാക്കി വെച്ച് എതിലേലും പോകുന്നവരെ കുറിച്ചല്ല. ആ 5 മിനിറ്റ്, ആ 10 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് എഴുതിയെടുക്കുന്നവരുണ്ട്, ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ വചനം ഗൗരവമായി പലരോടും പറയുന്നവരുണ്ട്. നമ്മൾ ഇന്ന് കേട്ട വചനം ഇന്നതല്ലേ, നമ്മൾ കേട്ട ഇന്ന വചനമല്ലേ എന്ന് പറയുന്നവരും അത് പഠിക്കുന്നവരും ചിന്തിക്കുന്നവരും ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവം കൊടുത്ത സ്വപ്നത്തെ ചുമ്മാ ഒരു പൊട്ട സ്വപ്നം, ഒരു പാഴായ സ്വപ്നം, എന്തോ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് പേടി തോന്നി, നമ്മൾ പറയില്ലേ സ്വപ്നം കണ്ടേച്ച്. എന്തൊക്കെയോ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാ. ദൈവം നമുക്ക് നൽകുന്നതിനെ വിലയുള്ളതായിട്ടാണോ കാണുന്നത്? നിന്റെ ജീവിതവും ഭാവിയും അധ്വാനവും ഒക്കെ വിലയുള്ളതായി മാറും. നോക്കിക്കോ, ദൈവത്തിൻ്റെ വചനം വിലയോടെ ഞാൻ കണ്ടതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഭാഗ്യമുണ്ടായത്. ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ, ആ വചനത്തെ ചിന്തിച്ചപ്പോൾ പലരും കളിയാക്കിയിട്ടുണ്ട്. കരിസ്മാറ്റിക്കുകാരൻ, പ്രാർത്ഥനക്കാരൻ, നിനക്ക് ഇത് മാത്രമേ പണിയുള്ളൂ, ഇത് വായിച്ചാൽ നീ എങ്ങനെ രക്ഷപ്പെടുന്നത്, നീ ആ പുസ്തകം വായിക്കുക, കുറേ പഠിക്കുക, കുറേ വല്ല ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് പഠിക്കുക. ഞാൻ കൂടുതൽ ഈ വചനങ്ങൾക്ക് വില കൊടുത്തപ്പോൾ, ആ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ, ഒന്നുമല്ലേലും നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തെ പറഞ്ഞു തരാൻ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തിയില്ലേ? ദൈവം നൽകുന്ന കാര്യങ്ങളെ വിലയോടെ കണ്ടാൽ എൻ്റെ ജീവിതവും വിലയുള്ളതായി മാറും. നിങ്ങളുടെ കുടുംബമായിരുന്നാണ് വചനം കേൾക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ വില വർദ്ധിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കും. കാരണം നിങ്ങൾ കുടുംബമായി ഒരുപക്ഷെ എല്ലാവരും കൂടെ കൂടിയിരുന്ന്, അല്ലെ സുഹൃത്തുക്കൾ കൂടിയിരുന്ന്, ഹോസ്റ്റലിൽ കൂടിയിരുന്ന്, ഹോസ്പിറ്റലിൽ നേഴ്സായിരിക്കാം, ആരുമാകട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഒരാളാകാം, ഒരു കുഞ്ഞാകാം, നിങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുവാണ് ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ദൈവം നൽകുന്ന വചനം, ദൈവം നൽകുന്ന ഒരു സന്ദേശം, ദൈവം നൽകുന്ന ഒരു പ്രചോദനം, മനസ്സിൽ കിട്ടുന്ന ഒരു പ്രചോദനം, അതിനെ വിലയോടെ കണ്ടോണം. ജോസഫ് ഒരു സ്വപ്നം കണ്ടത്, ഒരു പൊട്ട സ്വപ്നമാണെന്ന് പറഞ്ഞ് കളഞ്ഞില്ലല്ലോ. എന്ത് സ്വപ്നം, എന്ത് സ്വപ്നം, അങ്ങനൊന്നും പറഞ്ഞില്ല. അതിന് വിലയുള്ളതായി